ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അബുദാബിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അബുദാബി എന്ന് പറയുന്നത് UAE ക്യാപിറ്റലാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അബുദാബി മറ്റുള്ള ടോട്ടൽ 7 എമിറേറ്റ്സാണ് UAE-യിലുള്ളത്. അപ്പോൾ അതിൽ മറ്റ് 6 എമിറേറ്റ്സിനെ ഒരു 4-5 പ്രാവശ്യം കൊള്ളിക്കാവുന്ന രീതിയിൽ അത്രയും വലിപ്പത്തിലുള്ള ഒരു എമിറേറ്റാണ് അബുദാബി. പിന്നെ ഇതിനകത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ 3ാമത്തെ ലാർജസ്റ്റ് സോവറിൻ വെൽത്ത് ഫണ്ട് ഉണ്ട് അബുദാബിക്ക്. പിന്നെ അതേപോലെ തന്നെ അബുദാബി ആദ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഷെയ്ഖ് സായദിൻ്റെ ബ്രദറായിരുന്ന ഷഖ്ബൂത്ത് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ്. അദ്ദേഹം റൂൾ ചെയ്തത് 1928 മുതൽ 1960 വരെയാണ് റൂൾ ചെയ്തിരുന്നത്. പിന്നെ 1971 ഡിസംബർ 2-നാണ് അബുദാബിയും മറ്റ് എമിറേറ്റ്സുകളായ ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, ഫിജൈറ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺട്രി ആയിട്ട് രൂപം കൊണ്ടത്. അപ്പോൾ ഈ അബുദാബിക്ക് 2023-24 പ്രകാരം അബുദാബിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3.8 മില്യൺ. പിന്നെ അബുദാബിക്ക് മാത്രമായിട്ടും ഏറ്റവും റിച്ചായിട്ടുള്ള ഒരു എമിറേറ്റ് എന്ന് പറയുന്നതും അബുദാബിയാണ്. അതുകൊണ്ട് തന്നെ അബുദാബിക്ക് മാത്രമായിട്ട് $1 ട്രില്യൺ അസറ്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് പെട്രോളാണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയാം. അതേപോലെ തന്നെ ആ പെട്രോളിൻ്റെ ഫസ്റ്റ് ഡിസ്കവറി നടന്നത് 1930-ലെ മിഡുകളിലാണ്. പിന്നെ 1936 ജാനുവരി 5-നാണ് PDTC-യും പിന്നെ ഇറാഖ് പെട്രോളിയം കമ്പനിയും ചേർന്നിട്ട് ഷെയ്ഖ് സുൽത്താൻ അൽ നഹ്യാനുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെട്രോളിയം ഖനനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ദുബായ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര റഷായിട്ടൊക്കെ കംപ്ലീറ്റ് കെട്ടിടങ്ങളും അതും ഇതുമൊക്കെ ഉള്ളതാണ്. അബുദാബിയിൽ കൂടുതലും തുറസായ പ്രദേശങ്ങൾ ഒത്തിരിയുണ്ട്. പിന്നെ അവിടെ കാണാൻ പറ്റുന്ന മെയിൻ 5 സംഭവങ്ങളെന്ന് പറയാൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ എമിറേറ്റ്സ് പാലസ് ഉണ്ട്, പിന്നെ ഒരു ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക് ഉണ്ട്, ഫെറാറി വേൾഡ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ഒരു ഡിസ്നി ലാൻഡ് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു പേരാണ് ആ ഒരു കേട്ടെടുത്തോളം. പിന്നെ ഞാൻ എമിറേറ്റ്സ് പാലസിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുത്തെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. എമിറേറ്റ്സ് പാലസ് എന്ന് പറയുമ്പോൾ ആദ്യം അത് അബുദാബിയുടെ ഒരു രാജകൊട്ടാരം തന്നെ ആയിരുന്നു. പിന്നെ അവർ അത് ഒരു 5 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താമസിയാതെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ അബുദാബിക്ക് പോകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ എൻ്റെ 2 ക്ലയൻസിനെ ഒന്ന് കാണാൻ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഇതിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ അബുദാബിക്ക് പോകുന്ന വഴിയെ വിചാരിച്ചു ഒന്ന് അബുദാബിനെ പറ്റി കുറച്ച് ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ എമിറേറ്റ്സ് പാലസിൽ പോകാൻ പറ്റിയതും. അതും ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു, പോകാൻ പറ്റി. പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് അബുദാബി. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ട്വിൻ ബിൽഡിംഗ് കാണിച്ചായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു ഏകദേശം ഒരു പൈനാപ്പിളിൻ്റെ ലുക്കിലുള്ളൊരു ബിൽഡിങ് കണ്ടില്ലേ നിങ്ങൾ 2 അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെയിൽ അടിക്കുന്ന ഭാഗത്ത് മാത്രം ആ ഒരു സംഭവം കവർ ചെയ്തുകൊണ്ടിരിക്കും, ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. അതാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു മോസ്കാണ്. അപ്പോൾ മോസ്കിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. പിന്നെ ഭാഗ്യം കൊണ്ട് അന്ന് പെരുന്നാളിൻ്റെ ഒരു ഹോളിഡേയ്സ് തുടങ്ങിയത് കൊണ്ടും നമുക്ക് പാർക്കിംഗ് ഫ്രീ ആയിരുന്നു. പിന്നെ ഈ അബുദാബിയിലുള്ള ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് പാർക്കിംഗ് കിട്ടില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഓടി നടക്കണം പാർക്കിങ്ങിന് വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് പാർക്കിംഗ് കിട്ടുകയുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റിലെ അബുദാബിയിലാണ് വർക്ക് ചെയ്തത്.
ഒരു 1.5 വർഷത്തോളം പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മളവിടെ കയറിയില്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയി ദോശ വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, കുഞ്ഞിന് വാങ്ങിക്കൊടുത്തു. അങ്ങനെ പിന്നെ ക്ലയൻസിനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഞങ്ങൾ എമിറേറ്റ്സ് പാലസിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഇടാം.